ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ റണ്ണിങ്ങിൽ ഓഫായി പോവുക, കയറ്റം തീരെ വലിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നൊരു വണ്ടിയാണിത്. ആക്റ്റീവ 60 ആണിത്. കൊണ്ട് എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ സമയം കളയാനുമ്പോൾ വീഡിയോയിൽ ഓക്കെ. ഫസ്റ്റ് നമ്മൾ സ്കൂട്ടർ മോഡലൊക്കെ ഇങ്ങനത്തെ ഒരു 4 ബോൾട്ട് ഉണ്ടാവും. ഈ 4 ബോൾട്ട് നമുക്ക് ഡിക്കിൻ്റെ ഓപ്പൺ ചെയ്താലോ നമുക്ക് ഉള്ളിൽ നിന്ന് പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. എയർ ഫിൽറ്റർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നോക്കാൻ പറ്റും. പുറത്തുനിന്ന് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് 4 ബോൾട്ട് അയച്ചാൽ നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവുള്ളൂ. ആ സ്റ്റാൻഡ് നമുക്ക് കണ്ടോ, ഒരു കമ്പി നമ്മൾ സ്റ്റാൻഡുമിലാക്കി വെച്ചാൽ അവിടെ നിന്നോളൂ. ഇതിന് ശേഷം നമ്മൾ 60 ഇഞ്ചക്ടറൊക്കെ വരുന്ന ടൈപ്പാണിത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട എയർ ഫിൽറ്ററാണ്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എയർ ഫിൽറ്റർ ഊരി നോക്കുക. അത് ഈ മിസ്സിങ് കസ്റ്റമർ പറഞ്ഞാൽ കയറ്റം തീരെ വലിയുന്നില്ല, പിന്നെ മിസ്സിങ് ആണ്, റണ്ണിങ്ങിൽ ഓഫായി പോകാമെന്നൊക്കെ പറഞ്ഞത്. അന്നപ്പോൾ ഞാൻ ചോദിച്ചു എയർ ഫിൽറ്ററൊക്കെ ഇപ്പോൾ അടുത്ത് ചേഞ്ച് ചെയ്തിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഒരു പറഞ്ഞില്ല, ഇപ്പോൾ ഒന്നും നോക്കിയില്ല, കുറേ ആയെന്നാണ്. അപ്പം നിങ്ങളെ വണ്ടി കറക്റ്റ് കിലോമീറ്ററിൽ തന്നെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ എയർ ഫിൽറ്റർ അയച്ചപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ഞാനിത് അയച്ചിട്ട് കാണിച്ചു തരാം. നമുക്കൊരു സ്റ്റാർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് ഇത് വീട്ടിൽ നിന്ന് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ബോക്സും റാഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അയച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യം ഉപകാരപ്പെടുകയാണ് ചെയ്തോട്ടെ വിചാരിച്ചിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കാനില്ല, ഒരു തുള്ളി എയർ ഇതിലൂടെ വലിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വണ്ടി ഇങ്ങനെ ഏത് വണ്ടി ആയാലും ഇങ്ങനത്തെ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയാൽ മിസ്സിങ് ഉണ്ടാവും, നല്ല മിസ്സിങ് ആയിരിക്കും, വണ്ടി സ്റ്റാർട്ടാവാൻ പണിയായിരിക്കും. അവർക്ക് നിങ്ങളെ വണ്ടി അങ്ങനെ എന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും നിങ്ങൾ മാറ്റിയായിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് അയച്ചു നോക്കി ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഇത് ഫുള്ള് ബ്ലോക്ക് ആയിക്കണം, മണ്ണ് കയറിയൊക്കെ കയറിയിട്ട്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ നിസ്സാരമായി ചെയ്യാൻ പറ്റിയ സംഭവമുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ടൂൾസ് ഉണ്ടെങ്കിൽ ബോക്സും റാഡൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊന്ന് മാറ്റാം. ഇതിൻ്റെ എയർ ഫിൽറ്റർ റേറ്റ് എന്ന് വെച്ചാൽ 270 രൂപ വരുന്നില്ല ഒറിജിനൽ എയർ ഫിൽറ്റർ. എന്നാൽ ഇതിൻ്റെ നിസാര പ്രോബ്ലത്തിനാണ് നമ്മൾ ഈ ഇത്രയും നോക്കാണ്ട് ശ്രദ്ധിക്കേണ്ടത്. അതാണ് കറക്റ്റ് കിലോമീറ്ററിൽ തന്നെ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുന്നു പറയുന്ന വണ്ടി, മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ. അതുകൊണ്ട് എല്ലാ വണ്ടിക്കും പിന്നെ ഇതുപോലെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് മാത്രമല്ല മിസ്സിങ്ങും കാര്യങ്ങളും വരിക. അതുകൊണ്ടാണ് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ ചെറുതുനിന്ന് ഓരോ കാര്യങ്ങൾ പൊതുവെ വരുന്നൊരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. എയർ ഫിൽറ്റർ, പ്ലഗ് അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ ECU പിന്നെ ത്രോട്ടിൽ ബോഡി, ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ഇതന്നെ പുതിയ വണ്ടി ഒന്നും ആയതുകൊണ്ട് കറക്റ്റ് ചോദിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇതെന്ന് അയച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ പോയതാണ്. അതുകൊണ്ട് എയർ ഫിൽറ്ററൊക്കെ മാറ്റി നമ്മൾ സ്റ്റാർട്ടൊക്കെ ചെയ്തപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളെ വണ്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും പിന്നെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നാൽ മാറ്റാൻ മാത്രമേ ഉള്ളൂ. ആ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇങ്ങനെ വരുന്നതായിരിക്കും. ഓക്കെ. ഇതിനുശേഷം നമുക്ക് എയർ ഫിൽറ്റർ 4 പിന്നെ ഒരു 6 ബോൾട്ട് ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് തിരിച്ച് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എയർ ഫിൽറ്റർ മാറ്റിക്കഴിഞ്ഞ്, പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ വണ്ടിക്കും ഇതേ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കൊണ്ടൊന്നുമില്ല മിസ്സിങ് വരാൻ. ചിലപ്പോൾ പെട്രോൾ ഫിൽറ്റർ ഉണ്ടാവും, ആ ഫിൽറ്റർ ഇഞ്ചക്ടറിൻ്റെ ഇതിന് വരുന്നൊരു ഫിൽറ്റർ ഉണ്ട്. അതുകൊണ്ട് അതിന് പ്രോബ്ലം ഉണ്ടെങ്കിലും വരും. പിന്നെ കറണ്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ വരും, അതുകൊണ്ടൊക്കെ വരും. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് അയച്ച് ഈ ഒരു ഫിൽറ്ററൊക്കെ മാറ്റാൻ ഈസിയായി കഴിയും. അതിനെക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്തോ ചെറിയ കംപ്ലയിൻറ്റോ ചെറിയ മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് അയച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് അതിന് വേണ്ടി ചെറിയ ടൂൾസുള്ളൂ. 12 സ്റ്റാറൊക്കെ എന്തായാലും ഒരു വീട്ടിലുണ്ടാവേണ്ടിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വെച്ചാണ്ടില്ല, അത്രയും ബ്ലോക്കായ കൊണ്ടായോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് ആരെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടവരെ വിചാരിച്ചിട്ടൊക്കെ. എന്നിട്ട് നമ്മൾ ആ സ്റ്റാൻഡ് നേരെ താഴോട്ടാക്കിയിട്ട് അതേ ഒരു ക്ലിപ്പ് ഉണ്ടാവും, അതിൽ ഇറക്കി കൊടുത്തിട്ട് താഴെ ഇട്ടിട്ട് നമുക്ക് ഈ അയച്ച 4 ബോൾട്ട് ഉണ്ടാവും. ആ ബോൾട്ട് നമ്മൾ അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഈ സ്കൂട്ടർ മോളുടെ വണ്ടിയിലൊക്കെ നമുക്ക് ഈ ഒരു ഡിക്കി പൊന്തിച്ചാൽ എന്തും കഴിയും, പെട്രോൾ പമ്പ് പൊട്ടിയാണെങ്കിൽ എല്ലാത്തിനും. പക്ഷേ നമ്മൾ ബൈക്ക് മോഡലത്തിലൊക്കെ നമുക്ക് പുറത്തു നിന്ന് നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിയാലൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ കഴിയില്ല. അങ്ങനെ ടൂൾസ് എന്തായാലും വേണം. അല്ലാണ്ട് ഒരു ടൂൾസ് ബോക്സിൽ വണ്ടീൻ്റെ ഒപ്പം വരുന്നുണ്ട് നമുക്ക് ഡിക്കി അയക്കാനല്ലൊക്കെ. പക്ഷേ എല്ലാം വരുമ്പോൾ സ്റ്റാർട്ടായതുകൊണ്ട് മിസ്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഓക്കെ, സബ്സ്ക്രൈബും ചെയ്തിട്ട് ഫോളോ ചെയ്തിട്ട് ഓക്കെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും ഇഷ്ടപ്പെട്ടും ഓക്കെ.